അത് നോക്കൂ, അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാന് ഈ എൽ-ഡി-എഫിന്റെ മിനിസ്ട്രിയില് ഒരു നോ നോൺസെൻസ് മിനിസ്റ്ററായിട്ട് കാണുന്ന ഒരാളാണ് പൊതുവെ ശ്രീ കെ രാധാകൃഷ്ണൻ. അദ്ദേഹം അങ്ങനെ ഒരു പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ ഒരു മിതവാദി, അല്ലെങ്കിൽ മിതമായ ഭാഷണം, അനാവശ്യമായ രീതിയിലുള്ള പദങ്ങളൊന്നും പൊതുവെ ഉപയോഗിക്കാത്ത, സാധാരണ നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കാത്ത രീതിയിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് ശ്രീ കെ രാധാകൃഷ്ണനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തന്നെയുമല്ല, ഞാൻ ഒരു തവണ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം SC/ST വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല കാര്യങ്ങളും നല്ലതാണ്, നല്ല തീരുമാനങ്ങളാണെന്ന് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിട്ടുമുള്ളതാണ്. പക്ഷേ ആ കെ രാധാകൃഷ്ണനെ അല്ല നമ്മൾ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിന്ത, പൊതുവെ സെൻസിബിളായിട്ട് ചിന്തിക്കുന്ന ഒരാളിന് ഈ വകുപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് സെൻസിബിളായിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എങ്കിൽ അതിനെന്തോ ബാഹ്യപ്രേരണ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പോളിസി അങ്ങനെ ആയിരിക്കാം എന്നല്ലേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരാളിന് 2 മിനിസ്ട്രി ഉണ്ട്, അതിൽ ഒരു മിനിസ്ട്രിയിലെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടക്കുന്നു, മറ്റേ മിനിസ്ട്രി ഇങ്ങനെ ഒരു നാഥനില്ലാത്തതുപോലെ പോവുകയാണ്, അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇതിൽ ഒന്ന് ലെസർ മിനിസ്ട്രിയും ഒന്ന് ഗ്രേറ്റർ മിനിസ്ട്രിയും അങ്ങനെയൊന്നുമുള്ള ഒരു ഡിഫറൻസിയേഷൻ ഒന്നും ഇത് തമ്മിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉണ്ടാകുന്നത്, ഇതിൽ ആരുടേതാണ് പ്രശ്നം? ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ ശ്രമിച്ചത് എന്താണ്? നമ്മളിവിടെ ഈ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബസ്സിൽ കയറിയിട്ട് ആൾക്കാരെല്ലാവരും ഇങ്ങനെ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ട് സന്ദർശിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം, അല്ലാതെ അതിപ്പോ ഈ നറേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ജനം TV വാർത്ത ഉണ്ടാക്കുക, അതിനെ പിന്തുടർന്നുകൊണ്ട് ജയ്ഹിന്ദ് TV അത് സംപ്രേഷണം ചെയ്യുക, ആ രീതിയിലാണല്ലോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചായ്വിനെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ കണ്ടത് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് കണ്ട ഒരേ ഒരു ചാനൽ കൈരളി മാത്രമാണ്. അപ്പൊ അത് പിന്നെ ഞാൻ ഒരു കോമഡി ഷോ പോലെയാണ് ആ പരിപാടി കണ്ടത്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത്, നമ്മള് ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം, അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അത് ചില്ലറ തൊലിക്കട്ടി പോരാ. അത് പറയുന്നത് ആരായാലും. ഇത് ഇവർ പറയുന്നത്, അതാ ഞാൻ ചോദിച്ചത്, ഇത് ഞെട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ എനിക്ക് വട്ടില്ല. കാരണം നമ്മൾ എല്ലാവരും തന്നെ കണ്ടിരിക്കുന്ന നിയമസഭയിൽ ഉണ്ടായിരുന്ന കോലാഹലം, കയ്യാങ്കളി, അവിടെ ഉണ്ടായിരുന്ന തട്ടിൽ കയറിക്കളി, ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇതും നമ്മൾ എല്ലാവരും തന്നെ കണ്ട സാധനമാണ്. അപ്പൊ അങ്ങനെയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ പറയുകയാണ് അവിടെ പ്രശ്നമില്ല എന്ന്. ഞാൻ ചോദിക്കുന്നു, ശരി, ദേവസ്വവുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിന്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് കരുതിക്കോളൂ. പക്ഷെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, അതായത് നമ്മുടെ നാട്ടിലുള്ള നിയമത്തിനെ, കോടതിയുടെ ഉത്തരവിനെ എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട്, അതിന് യാതൊരു വിധത്തിലും മാനിക്കാതെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രഭൂമി, ക്ഷേത്രത്തിന്റെ മൈതാനം, ഇതെല്ലാം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്നു. ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ഓർഡറാണ് ഇന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഉത്തരവാദിത്തം, എക്സ്റ്റൻഡഡ് ലയബിലിറ്റി അല്ല ഞാൻ പറയുന്നത്, നേരിട്ടുള്ള ഉത്തരവാദിത്തം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇത് മണ്ടന്മാരൊന്നും അല്ലല്ലോ ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടുന്നു, ആ റിക്വസ്റ്റ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? വഴിയെ പോകുന്ന അണ്ടനോ അടകോടനോ കൊണ്ടു കൊടുക്കുന്ന റിക്വസ്റ്റ് അല്ല. നേരെ മറിച്ച് ഈ റിക്വസ്റ്റ് കിട്ടുന്ന എവിടുന്നാണ്? നവകേരള സദസ്സ് നടത്തുന്ന ആൾക്കാരാണ്. നവകേരള സദസ്സ് നടത്തുന്ന ആൾക്കാരാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഒരു റിക്വസ്റ്റ് ശരി എന്ന് പറഞ്ഞിട്ട് ഷൂ എഴുതി ഇതിൽ ഒപ്പിട്ടിട്ട് കൊടുക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ, ആ ആള് ദേവസ്വം ബോർഡിന്റെ ആളായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിന്റെ മാത്രം റിസ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ അതിനൊരു ബാക്കിംഗ് കിട്ടും, ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് എന്നുള്ള ബോധ്യമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ എക്സ്റ്റൻഡഡ് ലയബിലിറ്റി അല്ല, ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഈ തീരുമാനത്തിൽ ദേവസ്വം മന്ത്രിക്കുണ്ട്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, പറ്റില്ല, നിങ്ങൾക്കിത് ചക്കുവള്ളി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റില്ല, ഇനി മറ്റ് ക്ഷേത്രങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച പരിഗണിക്കും. അപ്പൊ ഇപ്പോ ഇവരുടെ ഈ ഒരു കാര്യം നിയമപ്രകാരമല്ല, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റദ്ദാക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞങ്ങളുടെ വീഴ്ചയാണ് എന്ന് പറയാനായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ തയ്യാറാകുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എവിടെയാണ്, ഈ വിശ്വാസത്തിനോട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്നേഹം കാണിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഈ ശബരിമലയിൽ എന്ത് ക്യാമ്പയിൻ നടത്തിയാലും, ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ അവിടെ കാണിക്കിടണ്ട, അവിടെ പൈസ ഇടണ്ട, പല ആൾക്കാരും പറയാറുണ്ട്, പലപ്പോഴും സ്വാമി ശരണമെന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതി മടക്കി അവിടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചിട്ടുണ്ട്. നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയാൽ പോലും അവിടെ ആൾക്കാർ വരും, പണമിടും, അതവിടെ കിട്ടും. ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ പണം കിട്ടും. സർക്കാർ അവിടെ എത്ര പണം ചെലവാക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ, നമ്മൾ ഈ ബോക്സ് ഓഫീസ് സക്സസ് എന്നൊക്കെ പറയുന്നത് പോലെ, എന്തായാലും ശബരിമല എല്ലാ കാലവും ബോക്സ് ഓഫീസ് സക്സസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും പണം കിട്ടും. എന്നാൽ ഈ വരുന്ന പാവങ്ങളോട്, മിണ്ടാപ്രാണികൾ എന്ന് തന്നെ പറയാം, സ്വാമി ശരണം മാത്രമേ വിളിക്കത്തുള്ളൂ, അല്ലാതെ പലപ്പോഴും മാത്രമാണ് ഡൗൺ ഡൗൺ ഒക്കെ വിളിക്കുന്നത്. ഞാൻ പറയുന്നത്, അങ്ങനെ വരുന്ന പാവപ്പെട്ട മനുഷ്യരോട് അവർക്ക് അല്പം
സാമാന്യമായിട്ടുള്ള സൗകര്യങ്ങൾ അത് നൽകിക്കൂടെ എന്നുള്ളതാണ്. എന്നിട്ട് അത് നൽകാൻ പറ്റുന്നില്ല എങ്കിൽ ആ വീഴ്ച ഓണപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയല്ലേ? ഇവിടെ ശ്രീ പി എം സുരേഷ് ബാബു സംസാരിച്ചു. അദ്ദേഹം ഇത്ര വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഇതിനെല്ലാം ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാണ്, ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം LDF എന്ന് പറയുന്ന മുന്നണിയിൽ നിൽക്കുന്നെങ്കിലും അദ്ദേഹം ഇന്നും ഒരു LDF കാരനായിട്ടില്ലാത്തത് കൊണ്ടാണ്. പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസം, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നും അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് കോൺഗ്രസിന്റേതാണ്. അതുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ നേതാവ്, ഒരു രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയാർ ഗോപാലകൃഷ്ണനോ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാനേ ആ സിസ്റ്റം അദ്ദേഹത്തെ പരുവപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. അദ്ദേഹം മറ്റേ ഫോൾഡിലേക്ക് എപ്പോഴും വീണിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു കാര്യം മൂർത്തി അത് ഭംഗിയായി പറഞ്ഞു, എന്നാലും അദ്ദേഹത്തിനോട് ഒന്ന് പറയാനുള്ളത്, ശബരിമലയിലുള്ളത് അത് ഹിന്ദു വിശ്വാസങ്ങൾ, ഹിന്ദു ആചാര പദ്ധതികൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അല്ലാതെ എല്ലാ മതത്തിന്റെയും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതം ഇല്ലാത്ത കാര്യമല്ല. അവിടെ എൻട്രി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ അവിടെ നടക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നടക്കുന്നതിന് ശരി. പക്ഷെ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്, തെറ്റ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നമ്മുടെ എല്ലാ കാരണവശാലും ഏത് കാരണവശാലും അവിടെ തന്ത്രിയും അതുപോലെയുള്ള മേൽസ്വാമി ഗുരുസ്വാമിയും ഒക്കെ ഉള്ള ആളാണല്ലോ. മേൽശാന്തി ഒക്കെ ഉള്ള ആ ഒരു സമ്പ്രദായത്തിലാണ് പഠിപ്പുരയും ഉള്ളതാണ്. ഞാൻ ഒരിക്കലും ഈ ഹൈന്ദവ ആചാരത്തിൽ നിന്ന് വിരുദ്ധമാണ് അവിടുത്തെ ആചാരങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പറഞ്ഞതിൽ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു ക്ഷേത്രം. എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുന്ന ഒരു ഭഗവത് ക്ഷേത്രം. അതെ, അല്ല ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു മാറ്റം വിദൂര ഭാവിയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഹിന്ദു സാമാജികർ വോട്ട് ചെയ്തിട്ട് ചില ആൾക്കാരെ തെരഞ്ഞെടുക്കുക തുടങ്ങിയ സംഭവങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആചാര പദ്ധതികളോട് കൂറുള്ള, ബഹുമാനമുള്ള, അതിനെ അനുവർത്തിക്കുന്ന ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം വരുന്നത് എന്നുള്ള ഒരു പരിഷ്കാരം ആ നിയമത്തിലുണ്ട് എങ്കിൽ ഈ പറയുന്നത് പോലെ വിശ്വാസമില്ലാത്തവനും പൂർണ്ണമായിട്ട് ഈ പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള മിനിസ്ട്രിയിലേക്കുള്ള ചാർജിന് വരില്ല, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ വരില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അത് ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാകേണ്ടതില്ല, ഡൽഹിയിൽ നിന്ന് ആൾക്കാർ വരേണ്ടതില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യം നിലവിൽ നിയമത്തിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ പോലും നിലവിലുള്ള ആൾക്കാർ ചിന്തിക്കണം. പക്ഷെ അത് ശ്രീ PM സുരേഷ് ബാബുവിനെ പോലെയുള്ള ആൾക്കാരല്ല അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തൽക്കാലം പ്രതീക്ഷയില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.